ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് USS എക്സാം അഥവാ CM കിഡ്സ് UP സ്കോളർഷിപ്പ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മലയാളം 80ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതായത് കേരള പാഠാവലി. ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി ഇവിടെ സൂചിപ്പിക്കുന്നത്: 1. ഭാഷയുടെ മഹത്വം, 2. ഭാഷയിലെ ദേശഭേദങ്ങൾ, 3. ഭാഷയിലെ വ്യാകരണം, 4. പലതരം രചനകൾ. അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്? 1, 2 ശരി, ഓപ്ഷൻ ബി. 3 ശരി, ഓപ്ഷൻ സി. 2 മാത്രം ശരി, ഓപ്ഷൻ ഡി. എല്ലാം ശരി. ഇതിലേതാണ് വരുന്നത് ആൻസർ? അതെ, ഓപ്ഷൻ സി, 2 മാത്രം ശരി എന്നുള്ളതാണല്ലേ. ഓക്കെ, ഇതിന് 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്: KR മീര, MT വാസുദേവൻ നായർ, KG ശങ്കരപിള്ള, സന്തോഷ് കുമാർ. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? KG ശങ്കരപിള്ളയാണല്ലേ. ഓപ്ഷൻ സി, KG ശങ്കരപിള്ള. ദെൻ ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. നെൽ പ്ലസ് മണി, നെന്മണി. ദേവ പ്ലസ് ആലയം, ദേവാലയം. അനു പ്ലസ് അർത്ഥം, അന്വർത്ഥം. തിരു പ്ലസ് ഓണം, തിരുവോണം. അപ്പോൾ ഇതിലേതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം? ആഗമസന്ധിക്ക് ഉദാഹരണം ഇതിലേതാണ്? തിരു പ്ലസ് ഓണം, തിരുവോണം എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്. ദെൻ സൂചനകളിൽ നിന്ന് എഴുത്തുകാരിയെ കണ്ടെത്തുക. മലയാളത്തിലെ പ്രശസ്ത കവയിത്രി, പരിസ്ഥിതി പ്രവർത്തക, സാമൂഹിക പ്രവർത്തക, സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായ ബോധേശ്വരൻ്റെ മകൾ. ഓപ്ഷൻ എ മാധവിക്കുട്ടി, ഓപ്ഷൻ ബി സുഗതകുമാരി, ഓപ്ഷൻ സി മാധവിയമ്മ, ഓപ്ഷൻ ഡി ബാലാമണിയമ്മ. ഏതാണ് ആൻസർ വരുന്നത്? അതെ, ഓപ്ഷൻ ബി സുഗതകുമാരിയാണല്ലേ. ഓപ്ഷൻ ബി സുഗതകുമാരി. ഓക്കെ, ദെൻ പോക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ കുന്ന്, ഓപ്ഷൻ ബി മേഘം, ഓപ്ഷൻ സി പുഴ, ഓപ്ഷൻ ഡി ചിട്ടയായ പ്രയോഗം. ഏതാണ്? അതെ, ഓപ്ഷൻ എ കുന്നാണല്ലേ ആൻസർ. ഓപ്ഷൻ എ കുന്ന്. ഓക്കെ, ദെൻ അധര വ്യായാമം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? വ്യർത്ഥമായ സംസാരം, അർത്ഥമുള്ള സംസാരം, വാക്കിലുള്ള ആനുകൂല്യം, ചിട്ടയായ പ്രയോഗം. ഏതാണ്? യെസ്, വ്യർത്ഥമായ സംസാരം എന്നാണല്ലേ. വ്യർത്ഥമായ സംസാരം. ഓക്കെ, ഇതിന് 7ാമത്തെ ചോദ്യം. ശരിയായ വാക്യമേത്? നേതാവിൻ്റെ പ്രസംഗം പ്രചോദനവും പ്രേരണ നൽകുന്നതുമായിരുന്നു. ഗത്യന്തരമില്ലാതെയും മറ്റു പോംവഴികളില്ലാതെയും ജ്യോതി സത്യം പറഞ്ഞു. പ്രതിദിനം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. നീതുവിൻ്റെ പ്രവർത്തനങ്ങൾ അനുകരണീയമാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി 1 മാത്രം ശരി, ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി 4 മാത്രം ശരി. അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം ഏതാണ്? അതെ, ഓപ്ഷൻ ഡി ആണല്ലേ. 4 മാത്രം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി 4 മാത്രം ശരി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വരികളാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്? എഴുത്തച്ഛൻ, MT വാസുദേവൻ നായർ, ബഷീർ, വള്ളത്തോൾ അല്ലേ. ഓപ്ഷൻ ഡി വള്ളത്തോൾ. ഓപ്ഷൻ ഡി വള്ളത്തോൾ. പൂപ്പുഞ്ചിരി എന്ന പദം വിഗ്രഹിച്ചാൽ പൂവും പുഞ്ചിരിയും, പുഞ്ചിരി പോലുള്ള പുഞ്ചിരി, പൂ പോലുള്ള പുഞ്ചിരി, പൂവിൻ്റെ പുഞ്ചിരി. പൂപ്പുഞ്ചിരി എന്ന പദം വിഗ്രഹിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? അതെന്താണ്? പൂ പോലുള്ള പുഞ്ചിരി എന്നാണ് അല്ലേ. പൂ പോലുള്ള പുഞ്ചിരി. ദ ബേർഡ് ഓഫ് മൈൻഡ് എന്ന കഥ ഏതു പേരിലാണ് വിവർത്തനം ചെയ്തത്? ആ നല്ല മനസ്സുള്ള കിളി, കിളികളുടെ മനസ്സ്, മനസ്സും കിളികളും, മനസ്സിലെ കിളി. എങ്ങനെയാണ് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നത്? അതേ, മനസ്സിലെ കിളി എന്നാണ് അല്ലേ. ഓപ്ഷൻ ഡി മനസ്സിലെ കിളി. ദെൻ ആദ്യത്തെ സൈബർ നോവലാണ് ചോദിച്ചിട്ടുള്ളത്. വേരുകൾ, നൃത്തം, കാലം. നൃത്തം, 2ാം മൂഴം, കാലം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി നൃത്തമാണല്ലേ ആദ്യത്തെ സൈബർ നോവൽ. ആദ്യത്തെ സൈബർ നോവൽ നൃത്തം. ഓക്കെ, ദെൻ ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. ഈ വരി ആരുടേതാണ്? ഏത് കൃതിയിലേതാണ്? ഉള്ളൂർ പ്രേമസംഗീതം, വള്ളത്തോൾ സാഹിത്യമഞ്ജരി, കുമാരനാശാൻ വീണപൂവ്, ചങ്ങമ്പുഴ സ്വരരാഗസുധ. ഓപ്ഷൻ എ 1 ശരി, ഓപ്ഷൻ ബി 2 ശരി, ഓപ്ഷൻ സി 3 ശരി, ഓപ്ഷൻ ഡി 4 ശരി. ഇതിലേതാണ് ആൻസർ വരുന്നത്? അതെ, ഓപ്ഷൻ സി ആണല്ലേ. 3 ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ സി 3 ശരി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത്. ഓപ്ഷൻ എ അഖിൽ പി ധർമ്മജൻ, ഓപ്ഷൻ ബി ബിനീഷ് പുതുപ്പണം, ഓപ്ഷൻ സി ശ്രീജിത്ത് മുത്തേടം, ഓപ്ഷൻ ഡി VR സുധീഷ്. ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ എ ആണല്ലേ. അഖിൽ പി ധർമ്മജനാണ് ആൻസർ. ഓപ്ഷൻ എ അഖിൽ പി ധർമ്മജൻ. ദെൻ കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ട് പോലെ കാണപ്പെട്ടതെന്ത്? മിന്നാമിന്നികൾ, നക്ഷത്രം, അമ്പിളിയമ്മാവൻ, തുമ്പികളെ.
ഇതിലേതാണ് കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ട് പോലെ കാണപ്പെട്ടത് എന്താണ്? അതെ, മിന്നാമിന്നികളാണ് അല്ലേ. ഓപ്ഷൻ എ മിന്നാമിന്നികൾ. ഓക്കെ, ഇത് നിർവൃതിയുടെ പീയൂഷമൂറും നിത്യ നിർമ്മലമായൊരു ബിന്ദു. ഇവിടെ അമൃത് എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ എ വൃതി, ഓപ്ഷൻ ബി പീയൂഷം, ഓപ്ഷൻ സി നിർമ്മലം, ഓപ്ഷൻ ഡി നൃത്യം. ഇതിൽ ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ എ വൃതിയാണ് അല്ലെ. ഓപ്ഷൻ എ വൃതി. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഏത് ചെയ്യാം? BTയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ശരിയല്ലാത്ത ജോഡി ഏതെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, പായ്മയുണ്ട്, പാട്ടുണ്ട്, കാടുമക്ക കാട്ടുമക്കൾ, വീന്ത് വീണ്ട്, കണ്ണുങ്ക് കൺകാഴ്ച. അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത ജോഡിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്ത ജോഡി ഇതിൽ ഏതായിരിക്കും? അതെ, ഓപ്ഷൻ എ ആണല്ലേ. 2B എന്നുള്ളതാണ്. വീന്ത് വീണ്ട് എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ ബി 3 അല്ലേ. ഓപ്ഷൻ ശരിയല്ലാത്ത ജോഡി പായ്മയുണ്ട്, പാട്ടുണ്ട്, കാടുമക്ക കാട്ടുമക്കൾ, വീന്ത് വീണ്ട്, കണ്ണുങ്ക് കാഴ്ച. കൺകാഴ്ച എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 2B എന്നുള്ളതാണ് ശരിയല്ലാത്ത ജോഡി. 2B. ഓപ്ഷൻ എ 2B. ഓക്കെ, ദെൻ ഫാത്തിമത്തുരുത്തിൽ പോകുമ്പോൾ കവി ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പെടാത്തതേത്? നിലാവ് കാണണം, സൂര്യോദയം കാണണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം, പൂക്കളെ തിരക്കണം, എല്ലാം ശരിയാണ്. ഓക്കെ, നോക്കൂ, എ എല്ലാം ശരിയാണ്, B 2 മാത്രം ശരി, C 3 4 ശരി, ഓപ്ഷൻ ഡി 1 മാത്രം ശരി. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണല്ലേ വരുന്നത്. 2 മാത്രം ശരി. ഓക്കെ, ദെൻ മുടിയേറ്റത്തിന് പ്രധാന വാദ്യങ്ങൾ? ചെണ്ടയും മിഴാവും, ഇടയ്ക്കയും കൊമ്പും, ചെണ്ടയും ഇലത്താളവും, ചെണ്ടയും കുഴലും. ഓപ്ഷൻ എ 1 2 ശരി, ഓപ്ഷൻ ബി 2 3 ശരി, ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 3 മാത്രം ശരി. ദെൻ സർപ്പയജ്ഞം ആരുടെ ബാലസാഹിത്യ കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ കുഞ്ഞുണ്ണി മാഷ്, ഓപ്ഷൻ ബി മാധവിക്കുട്ടി, ഓപ്ഷൻ സി ബഷീർ, ഓപ്ഷൻ ഡി പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ആരുടേതാണ്? അതെ, സർപ്പയജ്ഞം ആരുടെ ബാലസാഹിത്യ കൃതിയാണ്? ഓപ്ഷൻ സി ബഷീർ ആണ്. ദെൻ എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയതാരെ? എഴുത്തച്ഛൻ ONV, MK സാനു, MT വാസുദേവൻ നായർ. ഇതിലാരാണ്? അത് MT വാസുദേവൻ നായരാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിന് 2025 വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ? ബെന്യാമിൻ, E സന്തോഷ് കുമാർ, S ഹരീഷ്, ശ്രീകുമാരൻ തമ്പി. 2025 വയലാർ അവാർഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി E സന്തോഷ് കുമാർ. ഓപ്ഷൻ ബി E സന്തോഷ് കുമാർ. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന കഥയുടെ പ്രത്യേകതയിൽ പെടാത്തതേത്? ലളിത മധുരശൈലി, പ്രാദേശിക ഭാഷയുടെ മിശ്രണം, നർമ്മം നിറഞ്ഞ ആഖ്യാനം, ഗൗരവമേറിയ പ്രമേയം. ഇവയൊന്നുമല്ല. ഓപ്ഷൻ എ ഇവയൊന്നുമല്ല, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 1 4 ശരി, ഓപ്ഷൻ ഡി 4 മാത്രം ശരി. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ, 4 മാത്രം ശരി. ദിഗന്തം എന്ന പദം തിരിച്ചെഴുതിയാൽ ദിക് പ്ലസ് അന്തം, ദിക് പ്ലസ് അന്തം, ദിഗ പ്ലസ് അന്തം, ദി പ്ലസ് ഗന്ധം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, ദിക് പ്ലസ് അന്തമാണ് ദിഗന്തം. കാട് ആരത് എന്ന ഗോത്ര കവിതയിൽ കഥ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? റംഗിയ, മണ, മക്ക, പയമ. കാട് കഥ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പയമേ ആണല്ലേ, പയമ അല്ലേ. 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവാര്? KG ശങ്കരപ്പിള്ള, പ്രഭാവർമ്മ, M മുകുന്ദൻ, E രാജഗോപാൽ. ഇതിലാർക്കാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? അതെ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി EP രാജഗോപാലിനാണ്. ഓപ്ഷൻ ഡി EP രാജഗോപാൽ. ദെൻ സഹിക്കാൻ പ്രയാസമുള്ളത് ഒറ്റപ്പദമേത്? സഹജം, ദുസ്സഹം, സഹയോഗം, സഹനം. ഇതിലേതാണ്? അതെ, ഓപ്ഷൻ ബി ആണല്ലേ, ദുസ്സഹം, സഹിക്കാൻ പ്രയാസമുള്ളത്.
ദെൻ കുമ്മാട്ടിപ്പുല്ല് എന്നറിയപ്പെടുന്ന ഔഷധ ഗുണമുള്ള പുല്ല് ഏതാണ്? മുക്കുറ്റി, തുമ്പ, പർപ്പടകപ്പുല്ല്, കുറുന്തോട്ടി. അപ്പോൾ കുമ്മാട്ടിപ്പുല്ല് എന്നറിയപ്പെടുന്ന ഔഷധ ഗുണമുള്ള പുല്ല് ഏതാണ്? പർപ്പടകപ്പുല്ലാണല്ലേ. ഓപ്ഷൻ സി പർപ്പടകപ്പുല്ല്. ഞാൻ താഴെ കൊടുത്ത കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കവിത വായിച്ച് നോക്കാം. അമ്മ മന്ദമായാട്ടുന്ന തൊട്ടിലിൽ തന്മകളുണ്ടുറങ്ങിക്കിടക്കുന്നു. കാറ്റുലയ്ക്കും സരസിൻ്റെ യോളത്തിൽ കാണുമാ മമ്പലമൊട്ടെന്ന പോലവെ എത്തിനോക്കുന്നു വാതായനം വഴി കെട്ടുപത്തു നക്ഷത്രക്കുരുന്നുകൾ. ചെറ്റു ചെയ്തളകിയിടുമ തൊട്ടിലിൽ ചുറ്റളികളിലൂടെയകം പൂകി മേൽക്കുമേൽ വിതറിടുന്നു ചമ്പകപ്പൂക്കളെ സ്വയം അന്തി വിളക്കൊളി. എത്തി നോക്കുന്നതാര് എന്നാണല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കവിത നന്നായി വായിച്ചു മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എത്തി നോക്കുന്നതാര്? ചമ്പകപ്പൂക്കൾ, നക്ഷത്രം, കാറ്റ്, അമ്മ. എത്തി നോക്കുന്നത് ആരാണ്? അതെ, നക്ഷത്രമാണല്ലേ. ഓപ്ഷൻ ബി നക്ഷത്രം. ഓക്കെ, ദെൻ ഭംഗി എന്ന അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം ഒളി, വാതായനം, ഓളം, മൊട്ട്. ഏതാണ്? അതെ, ഒളിയാണല്ലേ. ആൻസർ ഓപ്ഷൻ എ ഒളി. ഓക്കെ, ദെൻ ചെറ്റു ഇളകിയിടും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? കാറ്റ്, തൊട്ടിൽ, വെളിച്ചം, ആമ്പൽപ്പൂ. എന്താണ്? തൊട്ടിലാണല്ലേ. ഓക്കെ, ഓപ്ഷൻ ബി തൊട്ടിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാരെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.